ഇഷ്ടപ്പെട്ടോ? ഒരുപാട് ചിരിച്ചോ? ധ്യാൻ ചേട്ടൻ എങ്ങനെയുണ്ട്? സൂപ്പറായിരുന്നു. ചേച്ചി പടം എങ്ങനെയുണ്ട്? പറയാനുണ്ട്? ധ്യാൻ ചേട്ടൻ എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? ഇപ്പോഴാണ് റിലീസ്. അപ്പോൾ കഴിഞ്ഞതുള്ള കൂടുതൽ വരാനൊന്നും തോന്നിയില്ല. കാരണം എന്നെ സംബന്ധിച്ച് നല്ല ഫോട്ടോഗ്രാഫി, നല്ല എഡിറ്റിംഗ്. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ ചില കുടുംബങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന റിയലിസ്റ്റിക് ആയിട്ടുള്ള സ്റ്റോറി തന്നെയാണ്. അത് പല പല കുടുംബങ്ങളിലൂടെ ചേർന്നുള്ള എല്ലാം കൂടെ മിക്സ് ചെയ്ത സാധനം വന്നത് നമുക്ക് തന്നെ തോന്നുന്നത് നമുക്കറിയാവുന്ന ചില കുടുംബങ്ങളിൽ സംഭവിച്ച സംഭവങ്ങളാണ്. അപ്പം അങ്ങനെ ഒരു ആനുകാലിക പ്രാധാന്യമുള്ള നല്ലൊരു കുടുംബ ഫാമിലി എൻ്റർടൈനർ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ എൻ്റെ സുഹൃത്തുക്കളായിട്ട് അപ്പം ഞാനിപ്പോൾ ചെയ്ത കെട്ടുകാഴ്ച എന്ന് പറഞ്ഞ സിനിമ സുരേഷ് തിരുവല്ല, അതിൽ എന്നോടൊപ്പം ചെയ്ത സരിത രാജീവാണ് ഇതിനകത്ത് നല്ല ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. അതുപോലെ എന്നോടൊപ്പം ഉണ്ടായിരുന്ന ബിഗ് ബോസിലുണ്ടായിരുന്ന ഭക്ഷണ ഷാജി നവോദയ നല്ല ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്ന SP മാഹിഷ് സാറ് എൻ്റെ നാട്ടിൽ എൻ്റെ അയൽവക്കക്കാരനാണ്. ചെറിയ നന്നായിട്ട് ഡയറക്ഷൻ, മീൻസ് എഡിറ്റിംഗ് എനിക്ക് ഭയങ്കര ടച്ചിങ് ആയിരുന്നു. നല്ലൊരു ഫാമിലി എൻ്റർടൈനറായിട്ട് തന്നെയാണ് തോന്നിയത്. നെഗറ്റീവായിട്ട് എനിക്കൊന്നും തോന്നിയില്ല. നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്ന ചില കുടുംബങ്ങളിലുണ്ടാകുന്ന നമ്മുടെ ഹിസ്റ്ററി അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലെ അനുഭവങ്ങളാണ് നമ്മൾ കണ്ടു കഴിയുമ്പോൾ നമുക്ക് തന്നെ തോന്നും ഇത് നമുക്കറിയാമെന്നുള്ള കുറേ പേർക്ക് ഇതുണ്ടല്ലോ എന്നുള്ളത്. അങ്ങനെ ഒരു റിയലിസ്റ്റിക് സൈക്കോളജിക്കലായിട്ടുള്ള ഒരു മൂവി കാണണം. കണ്ടിട്ട് വേണം നമ്മൾ തീരുമാനമെടുക്കാൻ. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് വന്നു എന്ന് പറഞ്ഞിട്ട് അതൊന്നും വിശ്വസിച്ചാളായിരുന്നു. അങ്ങനെ വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. നേരിട്ട് കണ്ടു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കിതിലൊരു റോള് കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. ഞാനത് ഡയറക്ടറോട് പറയുകയും ചെയ്യും. പടം നല്ലതായിരുന്നു. കുടുംബസ്ത്രീയും കുഞ്ഞാടും. എന്താ പറയുക, ട്രെയിലറിലൊക്കെ ഒരുപാട് മോശം കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ പടമായി വന്നപ്പോൾ അങ്ങനെയല്ല. ചിരിക്കാനുണ്ട്, ലാഗൊന്നും ഇല്ല. എല്ലാവരും നല്ല പെർഫോമൻസ് ആയിരുന്നു. ടെക്നിക്കൽ വൈസ് എല്ലാം സൂപ്പർ തന്നെയാണ്. സൂപ്പറാ, എല്ലാം നന്നായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ നോണ പറയണല്ല, നിങ്ങൾ കണ്ടു നോക്കിയാൽ അറിയാം. കുറച്ച് പേരൊക്കെ ഒന്ന് കണ്ടു നോക്കുക, അപ്പം അറിയാം. വെറുതെ നോണ നമ്മളെ ട്രോളിൻ്റെ കാര്യമില്ലല്ലോ. എല്ലാവരും നെഗറ്റീവായിട്ടുള്ള ഒന്നുമില്ല, മോശമായിട്ടൊന്നുമില്ല, വൾഗറായിട്ടൊന്നുമില്ല. കണ്ടു ചിരിക്കാനുള്ളൊരു കഥയാണ്. കാരണം നമ്മുടെ ഇപ്പോഴത്തെ ലൈഫിൽ, പ്രത്യേകിച്ച് ജീവിതത്തിൽ, പ്രത്യേകിച്ച് ഫാമിലി മെമ്പേഴ്സിന് നടക്കുന്ന പല പ്രശ്നങ്ങളുമാണ് ഇതിൽ മെയിനായിട്ട്. ഒത്തിരി പുതിയ ആളുകൾക്ക് അവസരം കൊടുത്തിട്ടുണ്ട് ഈ പടത്തിൽ. പുതിയ അന്നേരം ഒത്തിരി ആളുകൾക്ക്, അതിലൊരു വ്യക്തിയും കൂടിയാണ് ഞാൻ. ഇപ്പം ഞാൻ അഭിനയിച്ചൊരു പടമായതുകൊണ്ട് പറയുന്നില്ല, പ്രത്യേകിച്ച് ഫാമിലി മെമ്പേഴ്സ് തീർച്ചയായും ഈ പടം കാണണം. കാരണം